ആത്മീയ ഗുരുവും ശ്രീ മഹേശ്വർനാഥ് ബാബാജിയുടെ ശിഷ്യനുമായ ശ്രീ എം എഴുതിയ ജന്മാന്തര യാത്രകൾ എന്ന പുസ്തകത്തിന്റെ 8ാം അധ്യായമാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ കണ്ടുകാണുമല്ലോ. 8ാം ഭാഗത്തിൽ ശരീരം വിട്ടുള്ള സൂക്ഷ്മ ശരീരത്തിന്റെ യാത്രയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. ഹിമാലയത്തിലെ ഒരു ശാന്തമായ താഴ്വരയിലിരുന്ന് ഗംഗാനദിയുടെ നിത്യപ്രവാഹം നോക്കി നിൽക്കുമ്പോൾ മനസ്സിൻ്റെ അകത്തെ ഏതോ ആഴങ്ങളിൽ മറഞ്ഞുകിടന്ന പഴയ ഓർമ്മകൾ പതിയെ മേലോട്ടു വരികയായിരുന്നു. കാലാതീതമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ മഹാനദിയെ നോക്കി അരുന്ധതി ഗുഹയ്ക്കുള്ളിൽ ബാബാജിയുടെ സമീപത്തിരിക്കുന്ന ഒരു യുവശിഷ്യൻ, അത് ഞാൻ തന്നെയായിരുന്നു. ആ നിമിഷത്തിൽ ഞാൻ ബാബാജിയോട് എൻ്റെ ബാല്യകാല അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഗുരുവേ, ചെറുപ്പത്തിൽ ഞാൻ പലപ്പോഴും വായുവിലൂടെ പറക്കുന്നത് പോലുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ആ സ്വപ്നയാത്രകളിൽ വൈദ്യുതി കമ്പികളിലും മരച്ചില്ലകളിലും തട്ടാതിരിക്കാൻ ഞാൻ ശരീരം കുനിച്ചു നീങ്ങുന്നതുപോലും ഓർമ്മയുണ്ട്. അത്തരം സ്വപ്നങ്ങളിൽ ഇതുവരെ ഞാൻ കാണാത്ത വിചിത്രമായ സ്ഥലങ്ങൾ കാണുമായിരുന്നു. ഇന്നിതാ ഈ ഹിമാലയ നിരകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്തരം സ്വപ്നങ്ങളിൽ ഞാൻ ഈ ഹിമാലയൻ നിരകളെയും പലതവണ കണ്ടിട്ടുള്ളതായി തോന്നുന്നു. ഉണർന്നു കഴിഞ്ഞാൽ എല്ലാം മറന്നുപോകും. അതെല്ലാം വെറും സ്വപ്നങ്ങളായിരുന്നോ? അതിനപ്പുറം എന്തെങ്കിലും അർത്ഥമുണ്ടായിരുന്നോ? എന്റെ വാക്കുകൾ ശാന്തമായി കേട്ട ശേഷം ബാബാജി പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. മകനെ, മനുഷ്യൻ കാണുന്ന പല സ്വപ്നങ്ങളും അവന്റെ ഉപബോധ മനസ്സിലെ ചിന്തകളും സൂക്ഷ്മ ശരീരത്തിന്റെ അനുഭവങ്ങളും ചേർന്നുണ്ടാകുന്നതാണ്. ഗാഠനിദ്രയിൽ എല്ലാ ജീവികളും ഒരു തരത്തിൽ സൂക്ഷ്മ ശരീരമായി സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ ഉണർന്നു കഴിഞ്ഞാൽ ആ യാത്രയുടെ ഓർമ്മകൾ മായ്ക്കാനുള്ള കഴിവ് നമ്മുടെ മസ്തിഷ്കത്തിനുണ്ട്. അതുകൊണ്ടാണ് സ്വപ്നങ്ങൾ പലപ്പോഴും അർദ്ധമങ്ങിയ ഓർമ്മകളായി മാത്രം ശേഷിക്കുന്നത്. അദ്ദേഹം തുടർന്നു പറഞ്ഞു. എന്നാൽ മുമ്പ് യോഗപഥത്തിൽ മുന്നേറിയ ആത്മാക്കൾ, പാതിവഴിയിൽ നിർത്തേണ്ടി വന്നവർ വീണ്ടും ജനിക്കുമ്പോൾ അവർക്ക് ചില പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അവരിൽ ചിലർക്ക് സൂക്ഷ്മശരീരമായി ബോധപൂർവം സഞ്ചരിക്കാനും ആ യാത്രകളുടെ ഓർമ്മകൾ നിലനിർത്താനും കഴിവുണ്ടാകും. അത് പറയുമ്പോൾ ബാബാജിയുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം ഞാൻ കണ്ടു. ആ നിമിഷത്തിൽ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുയർന്നു. ഗുരുവേ, എനിക്കത് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്. സ്വപ്നങ്ങളിൽ ഒരു പക്ഷിയെപ്പോലെ ആകാശത്തിലൂടെ സ്വതന്ത്രമായി സഞ്ചരിച്ചതിൻ്റെ അനുഭവം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നാൽ അത് എൻ്റെ ആത്മീയ ലക്ഷ്യത്തെ തടസ്സപ്പെടുത്തില്ലെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിലേക്ക് കടക്കൂ. ബാബാജി നിമിഷങ്ങൾക്കു ശേഷം പറഞ്ഞു, നിനക്കത് അഭ്യസിക്കാം. എന്നാൽ അതിലൂടെ മോക്ഷം, കൈവല്യം, നിർവ്വാണം എന്തു പേരിൽ വിളിച്ചാലും ആ അന്തിമ ലക്ഷ്യത്തിൽ നിന്ന് നീ വഴിതെറ്റരുത്. അതിനുള്ള എല്ലാ സംരക്ഷണങ്ങളും ഞാൻ ഒരുക്കും. ഇതിൻ്റെ മറ്റൊരു ഗുണം ഇതാണ്. ഭൗതികമായി ഞാൻ അകലെയായിരിക്കുമ്പോഴും സാധാരണ മാർഗങ്ങളിലൂടെ എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിലായിരിക്കുമ്പോഴും നീ എന്നോട് ബന്ധം പുലർത്താൻ കഴിയും. അതിനുശേഷം ബാബാജി സൂക്ഷ്മ ശരീരത്തിൻ്റെ സ്വഭാവങ്ങളെയും ഭൗതിക ശരീരത്തിൽ നിന്ന് അതിനെ വേർപെടുത്തുന്നതിനുള്ള ചില പ്രാഥമിക സങ്കേതങ്ങളെയും എനിക്ക് വിശദമായി ഉപദേശിച്ചു. ആ പാഠങ്ങൾ എൻ്റെ ആത്മീയ യാത്രയിലെ മറ്റൊരു നിർണായക ഘട്ടത്തിൻ്റെ തുടക്കമായിരുന്നു. സാധാരണ കണ്ണുകൾക്ക് പിടികിട്ടാത്ത സൂക്ഷ്മമായ തത്വങ്ങളിൽ നിന്നാണ് ലിംഗശരീരം അഥവാ സൂക്ഷ്മശരീരം രൂപം കൊള്ളുന്നത്. ഭൗതിക ശരീരത്തിന് അടിസ്ഥാനം നൽകുന്നതും അതിനുള്ളിൽ പ്രവർത്തിക്കുന്നതുമാണ് ഈ സൂക്ഷ്മശരീരം. ആത്മാവിൻ്റെ സ്വാഭാവികമായ ആനന്ദപ്രകടനം സംഭവിക്കുന്നത് ഇതിലൂടെയാണ്. അതുകൊണ്ടുതന്നെ ഇതിനെ കാമരൂപം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. മറുവശത്ത് ഭൗതിക ശരീരം തൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് അനുഭവിക്കുന്നത്. സൂക്ഷ്മശരീരം ഭൗതിക ശരീരത്തിൻ്റെ ഒരു പ്രതിബിംബം പോലെയാണ്. ശരീരത്തിൽ നിന്ന് വേർപെട്ടിരിക്കുമ്പോൾ അതീന്ദ്രിയ ദൃഷ്ടിയുള്ളവർക്ക് അത് കൂടുതൽ യൗവനസമ്പന്നവും ആകർഷകവുമായി അനുഭവപ്പെടുന്നു. സാധാരണ കണ്ണുകൾക്ക് ഇതിനെ കാണാനാകില്ല. മനുഷ്യജീവിതത്തിൽ ഏകദേശം 8 വയസ്സോടെ മാത്രമാണ് സൂക്ഷ്മശരീരം പൂർണ്ണ വികാസം കൈവരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അതീന്ദ്രിയ ജ്ഞാനം അപൂർവമാണ്. ആത്മീയപരമായി ഉയർന്ന നിലയിലെത്തിയ യോഗികളിൽ മാത്രമേ ഈ കഴിവ് പ്രകടമാകാറുള്ളൂ. ഈ സന്ദർഭത്തിൽ അതീന്ദ്രിയ ശക്തിയുണ്ടെന്ന് നടിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരെക്കുറിച്ച് ബാബാജി
മുന്നറിയിപ്പ് നൽകി. അത്തരക്കാർക്ക് യഥാർത്ഥ അനുഭവമല്ല, ശക്തമായ കൽപ്പനാശക്തി മാത്രമേ ഉണ്ടായിരിക്കൂ. എളുപ്പത്തിൽ വിശ്വസിക്കുന്നവരെ ചൂഷണം ചെയ്യുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. സ്വയം ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച യോഗിയുടെ കാര്യത്തിൽ ഭൗതിക ശരീരം നശിക്കുന്നതിനൊപ്പം സൂക്ഷ്മശരീരവും ലയിക്കുന്നു. അപ്പോൾ ആത്മാവ് കാരണശരീരമെന്ന ഉയർന്ന അവസ്ഥയിലേക്ക് കടക്കുന്നു. എന്നാൽ സാധാരണ മനുഷ്യരിൽ സൂക്ഷ്മശരീരത്തിൽ വാസനകളും ആഗ്രഹങ്ങളുടെയും സൂക്ഷ്മ ബീജങ്ങൾ നിലനിൽക്കും. ഗീതയിൽ പറയുന്നതുപോലെ അവ പൂക്കളുടെ സുഗന്ധം കാറ്റിലൊഴുകുന്നതുപോലെ ആത്മാവിനൊപ്പം സഞ്ചരിക്കുന്നു. പുതിയൊരു ശരീരം ലഭിക്കുന്നതുവരെ ഈ പ്രവാഹം തുടരും. സൂക്ഷ്മശരീരം ഭൗതിക ശരീരത്തിൻ്റെ ആകൃതിയിലായിരിക്കും. എന്നാൽ അതിനെ തിരിച്ചറിയാൻ കഴിയുക അതീന്ദ്രിയ തലത്തിൽ മാത്രമാണ്. കാണാനും കേൾക്കാനും ഗന്ധം ഗ്രഹിക്കാനുമുള്ള കഴിവ് സൂക്ഷ്മശരീരത്തിനുണ്ടെങ്കിലും സ്പർശിക്കാനുള്ള ശേഷി അതിനില്ല. ഭൗതിക വസ്തുക്കളെ പിടിക്കാൻ ശ്രമിച്ചാൽ വിരലുകൾ അതിലൂടെ കടന്നുപോകും. ചുമരുകളിലൂടെയും ഭൗതിക തടസ്സങ്ങളിലൂടെയും സഞ്ചരിക്കാൻ സൂക്ഷ്മശരീരത്തിന് സാധിക്കും. ആദ്യഘട്ടങ്ങളിൽ സൂക്ഷ്മശരീരത്തിന് ഭൗതിക ശരീരത്തിൽ നിന്ന് വളരെ അകലം പോകാൻ കഴിയില്ല. എന്നാൽ അഭ്യാസത്തിലൂടെ അത് ദൂരദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ശേഷി നേടും. സാധാരണ മനുഷ്യരിൽ സൂക്ഷ്മശരീരവും സ്ഥൂല ശരീരവും തമ്മിലുള്ള ബന്ധം നാഭീകേന്ദ്രത്തിലൂടെയാണ് നിലനിൽക്കുന്നത്. എന്നാൽ യോഗികൾ പുരികങ്ങൾക്കിടയിലെ ആജ്ഞാചക്രത്തിലൂടെ സൂക്ഷ്മശരീരത്തെ ബോധപൂർവം പുറത്തുവിടുന്നു. നീണ്ടകാല അഭ്യാസവും ആത്മനിയന്ത്രണവും വഴിയായി യോഗികൾക്ക് ഭൗതിക ലോകത്തിനപ്പുറത്തേക്കും സഞ്ചരിക്കാൻ കഴിയും. ഭൂമിയെ അതിജീവിച്ച് വ്യാപിച്ചു കിടക്കുന്ന ആകാശമണ്ഡലങ്ങളും നക്ഷത്രവീഥികളും അവർക്ക് അനുഭവ വിഷയമാകുന്നു. ഈ തലങ്ങളിലേക്കുള്ള യാത്ര ആത്മീയമായി ഉയർന്ന നിലയിലെത്തിയ യോഗികൾക്ക് മാത്രമേ സാധ്യമാകൂ. ആ സംഭാഷണത്തിനിടയിൽ ഞാൻ ബാബാജിയോട് ഒരു സംശയമുന്നയിച്ചു. സൂക്ഷ്മശരീരത്തിൽ സഞ്ചരിക്കുന്ന യോഗികളെയോ അല്ലെങ്കിൽ ശരീരമുപേക്ഷിച്ചവരുടെ സൂക്ഷ്മ സാന്നിധ്യങ്ങളെയോ കണ്ട അനുഭവങ്ങളാണോ ആളുകൾ പ്രേതം കണ്ടു എന്ന് പറയുന്നത്? ബാബാജി അതിന് ശാന്തമായി മറുപടി നൽകി. ഇത് വളരെ അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് സംഭവിക്കുക. സാധാരണയായി ഭൗതിക ശരീരം നഷ്ടപ്പെട്ട ശേഷം സൂക്ഷ്മശരീരത്തിന് ഈ ലോകത്തിൽ ദീർഘകാലം നിലനിൽക്കാൻ കഴിയില്ല. എന്നാൽ നിർണായകമായ കർമ്മങ്ങൾ പൂർത്തിയാക്കാനുള്ള ദൗത്യമുള്ള മഹായോഗികൾക്ക് ശരീരം ഉപേക്ഷിച്ച ശേഷവും അവരുടെ കാരണശരീരം നിലനിർത്താൻ കഴിയും. എന്നാൽ അത്തരം സാന്നിധ്യങ്ങളെ കാണാൻ കഴിയുന്നത് അപൂർവമായി ആത്മബോധം വളർന്ന ചിലർക്കു മാത്രമാണ്. അദ്ദേഹം തുടർന്നു പറഞ്ഞു, സാധാരണ മനുഷ്യരിൽ ഭയം, ശക്തമായ മാനസിക സംഘർഷം, മതവിശ്വാസം മൂലമുള്ള ആവേശം അല്ലെങ്കിൽ ചില മരുന്നുകളുടെ സ്വാധീനം എന്നിവ തലച്ചോറിലെ പ്രത്യേക കേന്ദ്രങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോൾ ചില ഭൗതികേതര അനുഭവങ്ങളുണ്ടാകാം. ഇതാണ് പലപ്പോഴും തെറ്റിദ്ധാരണകൾക്കിടയാക്കുന്നത്. ബാബാജി പ്രേതം എന്ന ആശയത്തെ ശാസ്ത്രീയമായി വിശദീകരിച്ചു. ആരോഗ്യമുള്ള ഒരാൾ പെട്ടെന്ന് അപകടമരണം സംഭവിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്താൽ ശരീരത്തിലെ കോശങ്ങളിലുണ്ടായിരുന്ന വൈദ്യുത രാസപ്രവർത്തനങ്ങൾ ഒരുപിടി സമയത്തേക്ക് പുറത്തുവിടപ്പെടാം. ശരീരം നശിച്ചാലും ആ ഊർജ്ജരൂപം കുറച്ചു സമയം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് ചിലപ്പോൾ ആകൃതി എന്നതുപോലെ ആളുകൾക്ക് തോന്നുന്നത്. പക്ഷേ അത് ബുദ്ധിയുള്ള ഒരു സത്തയല്ല. ഊർജം ക്ഷയിച്ചാൽ അത് സ്വയം അപ്രത്യക്ഷമാകും. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അത്തരത്തിലുള്ള ഊർജ അവശിഷ്ടങ്ങൾ അവ ജീവിച്ചിരുന്ന സ്ഥലങ്ങളോടോ പരിചിതമായ വസ്തുക്കളോടോ ഒരു തരം ആകർഷണം കാണിച്ചേക്കാം. എന്നാൽ അതിന് സ്വതന്ത്ര ചിന്തയോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ശേഷിയോ ഇല്ല. ബാബാജി വ്യക്തമാക്കി, ചില ദുഷ്ടമാർഗങ്ങളിൽ സഞ്ചരിക്കുന്നവർ ഇത്തരത്തിലുള്ള ഊർജ അവശിഷ്ടങ്ങളെ അവരുടെ ഇച്ഛാശക്തിയാൽ തെറ്റായി ഉപയോഗിച്ച് ഭയം സൃഷ്ടിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതാണ് ദുർമന്ത്രവാദം എന്ന് വിളിക്കപ്പെടുന്നത്. എന്നാൽ അത്തരക്കാർ അപൂർവമാണ്. ഭൂരിഭാഗവും സാധാരണ മനുഷ്യരുടെ ഭയത്തെയും അന്ധവിശ്വാസത്തെയും ചൂഷണം ചെയ്യുന്ന തട്ടിപ്പുകാരാണ്. അദ്ദേഹം ആത്മീയ സംരക്ഷണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ അല്ലെങ്കിൽ സമാനമായ ആത്മീയ ശക്തിയുള്ള പ്രാർത്ഥനകളും മന്ത്രങ്ങളും ജപിക്കുന്നവർക്ക് ഇത്തരം നിഗൂഢ ഊർജങ്ങളുടെ സ്വാധീനമുണ്ടാകില്ല. ആത്മസമർപ്പണത്തോടെ സത്യസന്ധമായ ആത്മീയ മാർഗം പിന്തുടരുന്നവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. സംഭാഷണം അവസാനിപ്പിച്ച് ബാബാജി പറഞ്ഞു,
യഥാർത്ഥത്തിൽ ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർ ഒടുവിൽ അവരുടെ തന്നെ ചിന്തകളുടെ ഫലമായി ദുഃഖകരമായ അന്ത്യം നേരിടുന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ആത്മീയ ഉന്നതിയിലേക്കുള്ള പാതയാണ് മനുഷ്യനെ യഥാർത്ഥ സുരക്ഷയിലേക്കും ശാന്തിയിലേക്കും നയിക്കുന്നത്. ബാബാജി എനിക്ക് പഠിപ്പിച്ച അഭ്യാസങ്ങൾ നിരന്തരമായി അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് സാധാരണ ഇന്ദ്രിയാനുഭവങ്ങൾക്കപ്പുറം ചിലതു ഗ്രഹിക്കാനുള്ള ശേഷി അല്പാൽപമായി വളരാൻ തുടങ്ങിയത്. അത്തരമൊരു ഘട്ടത്തിൽ ഒരു തെളിഞ്ഞ രാത്രിയിൽ ഞാൻ എൻ്റെ കുടീരത്തിനു പുറത്തു നിന്നുകൊണ്ട് ചുറ്റുമുള്ള നിശ്ശബ്ദത ആസ്വദിച്ചുകൊണ്ടിരുന്നു. സമയം അർദ്ധരാത്രിയോടടുത്തിരുന്നു. അപ്പോൾ ഞാനൊരു അപൂർവ ദൃശ്യം കണ്ടു. സമീപത്തുള്ള അനേകം കുടീരങ്ങളുടെ മേൽക്കൂരകളിൽ നിന്ന് വെള്ളി കലർന്ന നീലവർണ്ണത്തിൽ സൂക്ഷ്മമായ പ്രകാശരേഖകൾ മുകളിലേക്ക് ഉയരുന്നതായി തോന്നി. അവ എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവ അവിടെ താമസിക്കുന്ന സന്യാസിമാരുടെ സൂക്ഷ്മ ശരീരങ്ങളുമായി ബന്ധപ്പെട്ട ഊർജ്ജബന്ധങ്ങളാണെന്ന് എനിക്ക് ബോധ്യമായി. ശരീരം ആഴത്തിലുള്ള നിദ്രയിലായിരിക്കുമ്പോൾ മനുഷ്യൻ തൻ്റെ സൂക്ഷ്മ ശരീരമായി ഭൗതിക ശരീരം വിട്ട് സഞ്ചരിക്കുന്നുവെന്ന് ബാബാജി പറഞ്ഞിരുന്നതെല്ലാം അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മയായി ഒഴുകിവന്നു. ഭൗതിക ശരീരത്തെ അവബോധപൂർവം വിട്ട് സൂക്ഷ്മ ശരീരമായി സഞ്ചരിക്കുവാൻ സഹായിക്കുന്ന ചില രഹസ്യപരമായ മാർഗങ്ങൾ ബാബാജി എനിക്ക് പഠിപ്പിച്ചിരുന്നു. അവയുടെ വിശദാംശങ്ങൾ ഞാൻ നിങ്ങൾക്കൊപ്പം പങ്കുവയ്ക്കാം. ബാബാജി ഒരിക്കൽ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മ വന്നു. ഭൗതിക ശരീരത്തിൽ നിന്ന് പുറത്തുവരാൻ കഴിയില്ല എന്ന വിശ്വാസമാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ തടഞ്ഞു നിർത്തുന്നത്. അത് അസാധ്യമാണ് എന്ന തെറ്റായ ധാരണയാണ് പലരെയും ബന്ധിപ്പിച്ചു വയ്ക്കുന്നത്. ആ ചിന്തയുടെ ചങ്ങലകളിൽ കുടുങ്ങിയതിനാൽ അവർക്ക് സ്വന്തം സൂക്ഷ്മ ശരീരത്തെ തിരിച്ചറിയാനും പക്ഷികളെപ്പോലെ സ്വതന്ത്രമായി വിഹരിക്കാനും കഴിയാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്നു. ഈ വാക്കുകൾ ആ രാത്രിയിലെ അനുഭവങ്ങളോടൊപ്പം എൻ്റെ ആത്മീയ യാത്രയ്ക്ക് പുതിയൊരു ദിശ നൽകുകയായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സ്ഥൂല ശരീരത്തിൻ്റെ പരിധികൾക്കപ്പുറം സൂക്ഷ്മദേഹത്തിൽ പ്രവേശിക്കാനുള്ള ചില പ്രായോഗിക മാർഗങ്ങൾ ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ബാബാജി എന്നെ ഒരുപാട് വഴികൾ പഠിപ്പിച്ചിരുന്നു. എന്നാൽ അവയിൽ ചിലതു മാത്രമേ വെളിപ്പെടുത്താൻ എനിക്ക് അനുവാദമുള്ളൂ. സൂക്ഷ്മദേഹത്തിലേക്ക് കടക്കുന്നത് ലളിതമാക്കുന്ന ഒരു പ്രത്യേക ശ്വസന രീതിയും അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് വിശദമായി പറയാൻ എനിക്ക് അനുവാദമില്ല. എന്നിരുന്നാലും സാധാരണ ആളുകൾക്ക് സുരക്ഷിതമായി പരീക്ഷിക്കാവുന്ന 2 ലഘുവായ മാർഗങ്ങളുണ്ട്. അവയിൽ ഒന്നാണ് ഇവിടെ പറയുന്നത്. സൂക്ഷ്മദേഹ സഞ്ചാരത്തിന് ഏറ്റവും വലിയ തടസ്സം ഇതസാധ്യമാണ് എന്ന ധാരണയാണ്. അതൊരു മനസ്സിന്റെ തടസ്സം മാത്രമാണ്. ഈ സഞ്ചാരം സ്വാഭാവികവും ലളിതവുമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന നിമിഷം മുതൽ അതിൻ്റെ സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. ആദ്യ മാർഗം ഇതാണ്: ലളിതവും സുരക്ഷിതവുമായ വഴി. ഈ മാർഗം വളരെ ലഘുവായതാണ്. ഫലം ലഭിക്കാൻ ചിലപ്പോൾ സമയമെടുക്കാം. എന്നാൽ ഇത് ഏറ്റവും സുരക്ഷിതമായ രീതികളിലൊന്നാണ്. വെളിച്ചം മനസ്സിന്റെ ഏകാഗ്രതയെ കുറയ്ക്കും. അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മുറിയിലെ എല്ലാ വിളക്കുകളും അണയ്ക്കുക. ഉറക്കം അധികമായി തോന്നുകയാണെങ്കിൽ തലയിണം മാറ്റിക്കിടക്കുക. അല്ലെങ്കിൽ പരിശീലനം ഉറക്കത്തിലേക്ക് വഴിമാറാം. അയഞ്ഞതും സുഖകരവുമായ വസ്ത്രങ്ങൾ ധരിക്കുക. കാൽ രണ്ടും ചേർത്ത് ശവാസനത്തിൽ കിടക്കുക. ഇപ്പോൾ ആഴത്തിലും സുതാര്യമായും ശ്വസിക്കുക. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ഇവയിൽ ഏതെങ്കിലും ഒന്ന് മനസ്സിൽ വ്യക്തമായി വരുത്തുക. കണ്ണുകൾ അടച്ച് നിങ്ങൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നതായി സങ്കൽപ്പിക്കുക. വീടിന്റെ വാതിൽ കടന്ന് പുറത്തേക്കിറങ്ങുന്നതും വഴിയിലൂടെ നടക്കുകയോ സൈക്കിളിൽ പോകുകയോ ചെയ്യുന്നതുമെന്ന് മനസ്സിൽ കാണുക. ആദ്യഘട്ടത്തിൽ നടന്നെത്താവുന്ന സമീപ സ്ഥലങ്ങൾ, ഉദാഹരണത്തിന് ഒരു പാർക്ക് അല്ലെങ്കിൽ പരിചിതമായ ഒരു തുറന്ന ഇടം മനസ്സിൽ വരുത്തുന്നതാണ് നല്ലത്. അവിടെ എത്തിയ ശേഷം ഒരു ബെഞ്ചിലിരിക്കുകയോ പുല്ലിൽ കിടക്കുകയോ ചെയ്യുന്നതായി ചിന്തിക്കുക. ചുറ്റുമുള്ള കാഴ്ചകൾ, ശബ്ദങ്ങൾ എല്ലാം മനസ്സിൽ വിശദമായി കാണുക. അവിടെ ഒരു മൃഗമോ മനുഷ്യനോ വന്നാലും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ സൂക്ഷ്മദേഹത്തിലായതിനാൽ അവർക്ക് നിങ്ങളെ കാണാൻ കഴിയില്ല. ഒരു ദിവസം ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനും കഴിയുന്ന അവസ്ഥ സ്വാഭാവികമായി ഉണ്ടാകും. എങ്ങനെ ആ അവസ്ഥയിൽ നിന്നും തിരിച്ചെത്തും? സ്ഥൂല ശരീരത്തിലേക്കും മടങ്ങാൻ പുല്ലിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നതായി ചിന്തിച്ചുകൊണ്ട് ഉറങ്ങുക. ഉണരുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായി ശരീരത്തിലേക്കും മടങ്ങിയെത്തിയിരിക്കും. തിരിച്ചെത്താൻ കഴിഞ്ഞില്ലെന്ന് കരുതി ഭയപ്പെടേണ്ടതില്ല.
ദീർഘസമയം സ്ഥൂല ശരീരം വിട്ടുനിൽക്കാൻ സൂക്ഷ്മ ശരീരത്തിന് സാധ്യമല്ല. ചിലപ്പോൾ ചെറിയ ശരീരചലനത്തിലൂടെയോ അല്ലെങ്കിൽ അല്പം തലവേദനയോടെയോ ഉണരാം. ഇത് സാധാരണമാണ്. സൂക്ഷ്മദേഹത്തിന്റെ അനുഭവങ്ങൾ. സൂക്ഷ്മദേഹത്തിലിരിക്കുമ്പോൾ കാണാനും കേൾക്കാനും വാസനകൾ തിരിച്ചറിയാനും കഴിയും. എന്നാൽ സ്പർശിക്കാനോ രുചി അനുഭവിക്കാനോ സാധിക്കില്ല. കൈകൾ വസ്തുക്കളിലൂടെ കടന്നുപോകും. ചില അതീന്ദ്രിയ ശേഷിയുള്ളവർക്ക് മാത്രമേ നിങ്ങളെ കാണാൻ കഴിയൂ. ചുമരുകൾ കടന്നുപോകാനും ഏതൊരു സ്ഥലത്തേക്കും പ്രവേശിക്കാനും സൂക്ഷ്മദേഹത്തിന് കഴിയും. ആദ്യ അനുഭവങ്ങൾ വളരെ സുന്ദരമായിരിക്കും. എന്നാൽ ശരീരത്തിലേക്ക് മടങ്ങുന്നത് ചിലപ്പോൾ ഭാരമുള്ള അനുഭവമായി തോന്നാം. ഒരു കനത്ത പുറംചട്ടം വീണ്ടും ധരിക്കുന്നതുപോലെ. ഈ രണ്ടവസ്ഥകളോട് പൊരുത്തപ്പെടാൻ ചില സമയം ആവശ്യമായി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ഥൂല ശരീരത്തിലേക്ക് മടങ്ങിയെത്തിയ ഉടൻ നിങ്ങൾ അനുഭവിച്ചതെല്ലാം എഴുതിവയ്ക്കുക. ഓർമ്മകൾ പുതുമയോടെ നിലനിൽക്കുന്ന സമയത്ത് തന്നെ അത് ചെയ്യണം. കാരണം ഇത്തരം അനുഭവങ്ങൾ തലച്ചോറിൽ നിന്ന് അതിവേഗം മങ്ങിപ്പോകുന്ന സ്വഭാവമുള്ളവയാണ്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാം കുറിച്ചുവെക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ചില ഓർമ്മകൾ എന്നേക്കുമായി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ശുഭയാത്ര പ്രിയ സുഹൃത്തെ. അനുഭവങ്ങളെ ആദരവോടെ സമീപിക്കുക. ഇപ്പോൾ രണ്ടാമത്തെ മാർഗത്തെക്കുറിച്ച് പറയാം. ഇത് ആദ്യത്തെ രീതിയേക്കാൾ അല്പം കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യപ്പെടുന്നതാണ്. എന്നാൽ ശരിയായ രീതിയിൽ പരിശീലിച്ചാൽ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്ന, യോഗികൾ പൊതുവെ സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായമാണിത്. ചിലർ ഇതിൻ്റെ കൂടുതൽ വികസിതമായ രൂപങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഈ അഭ്യാസത്തിന് തയ്യാറെടുക്കുമ്പോൾ ശരീരത്തിന് ആശ്വാസം നൽകുന്ന അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കണം. മുറിയിലെ ജനൽ കർട്ടനുകൾ ഇടുക. പൂർണ്ണമായ അന്ധകാരം ആവശ്യമില്ലെങ്കിലും കൃത്രിമ വെളിച്ചങ്ങൾ ശ്രദ്ധ ചിതറിക്കളയുന്നതിനാൽ അവ അണച്ചിരിക്കണം. തിരശീലകളിലൂടെ കയറിവരുന്ന അല്പം മങ്ങിയ വെളിച്ചം പ്രശ്നമാകില്ല. രാത്രി സമയത്താണ് ഈ പരിശീലനം ചെയ്യുന്നതെങ്കിൽ എല്ലാ വിളക്കുകളും ഓഫ് ചെയ്യുക. ഭക്ഷണം കഴിച്ചുടനെ ഈ അഭ്യാസം ആരംഭിക്കരുത്. വയർ നിറഞ്ഞിരിക്കുമ്പോൾ ഉറക്കത്തിലേക്ക് വഴുതിപ്പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അങ്ങനെയെങ്കിൽ കുറഞ്ഞത് 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ ശ്രമിക്കാവൂ. സുഖകരമായ ഒരു മെത്തയിൽ കാലുകൾ ചേർത്ത് ശവാസന നിലയിൽ കിടക്കുക. തലയിണ ഒഴിവാക്കുന്നതാണ് നല്ലത്. പകരം ഒരു മേർത്ത തുണി തലയ്ക്കടിയിൽ വയ്ക്കാം. മേൽക്കൂരയിലേക്ക് നോക്കി ശാന്തമായി കിടക്കുക. മൃദുവായ സംഗീതം ചിലർക്ക് സഹായകരമാകാം. എങ്കിലും സംഗീതമില്ലാതെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് ഉത്തമം. കണ്ണുകൾ തുറന്ന് മേൽക്കൂരയിലെ അരണ്ട രേഖാരൂപത്തിലേക്ക് കുറച്ചുനേരം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. തുടർന്ന് കണ്ണുകൾ അടച്ച് മേൽക്കൂരയ്ക്ക് സമീപമായി നിങ്ങൾ ലഘുവായി ഒഴുകുന്നതായി മനസ്സിൽ കണക്കാക്കുക. ശരീരത്തിൻ്റെ ഓരോ ഭാഗവും വ്യക്തമായി ഭാവനയിൽ വരയ്ക്കണം. അതോടൊപ്പം നട്ടെല്ലിൻ്റെ താഴത്തെ കേന്ദ്രത്തിൽ നിന്ന് തലയുടെ മുകളിലെ കേന്ദ്രം വരെ ഊർജ്ജചക്രങ്ങൾ പ്രകാശിക്കുന്നതായി സങ്കൽപ്പിക്കുക. അവ ചലിക്കുന്ന പ്രകാശവൃത്തങ്ങളായി തോന്നണം. ഒടുവിൽ അവ ചേർന്ന് നീല നിറത്തിലുള്ള ഊർജ്ജ ചുരുളുകളായി രൂപപ്പെടുന്നതായി ഭാവന ചെയ്യുക. മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കി ഒരുതരം സമ്മർദ്ദവുമില്ലാതെ ഈ ദൃശ്യവൽക്കരണം തുടരുക. ശരീരത്തിൽ നിന്ന് പുറത്തുകടക്കാൻ ശ്രമിക്കുന്നു എന്ന ചിന്ത ഒഴിവാക്കണം. പകരം ഇതിനകം തന്നെ ശരീരപരിധി വിട്ടു എന്ന് കരുതുക. നിങ്ങൾ മുറിയുടെ മേൽക്കൂരിക്കരികിൽ സ്വതന്ത്രമായി ചലിക്കുന്നുവെന്ന് ഭാവനയിൽ കാണുക. ഈ നിലയിൽ തുടരുമ്പോൾ ആദ്യ ദിവസമോ അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലോ ഒരു പ്രത്യേക അനുഭവമുണ്ടാകാം. ലഘുവായി ഉയർത്തപ്പെടുന്നുവെന്നോ ഒഴുകിക്കൊണ്ടുപോകുന്നുവെന്നോ തോന്നാം. തിരിഞ്ഞു നോക്കുമ്പോൾ താഴെ മെത്തയിൽ നിങ്ങളുടെ ഭൗതിക ശരീരം ശാന്തമായി കിടക്കുന്നതായി കാണാൻ സാധ്യതയുണ്ട്. ആ കാഴ്ചയെ അംഗീകരിക്കാൻ കുറച്ചു സമയമെടുക്കാം. കാരണം കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തേക്കാൾ വ്യത്യസ്തമായ അനുഭവമാണത്. എന്നാൽ അത് നിങ്ങളുടെ ശരീരമാണെന്ന് മനസ്സിലായാൽ സൂക്ഷ്മ ശരീര സഞ്ചാരത്തിനുള്ള ഒരുക്കം പൂർത്തിയായതായി കരുതാം. ആരംഭത്തിൽ വളരെ ദൂരങ്ങളിലേക്ക് പോകാതെ സമീപ പ്രദേശങ്ങളിലേക്ക് മാത്രം സഞ്ചരിക്കുക. പരിചയം വർദ്ധിച്ചാൽ ക്രമേണ കൂടുതൽ അകലങ്ങളിലേക്ക് നീങ്ങാം. നിങ്ങൾ എത്തണമെന്നാഗ്രഹിക്കുന്ന സ്ഥലമോ കാണണമെന്ന് തോന്നുന്ന വ്യക്തിയോ മനസ്സിൽ വ്യക്തമായി വരുത്തിയാൽ
ചിന്തിക്കുന്ന നിമിഷത്തിനുള്ളിൽ തന്നെ അവിടെ എത്താനാകും. പുതുതായി ലഭിച്ച ഈ സ്വാതന്ത്ര്യം ആസ്വദിച്ചുകൊണ്ട് സഞ്ചരിക്കുക. തിരികെ വരാൻ കഴിയില്ലെന്ന ഭയം ഒരിക്കലും വേണ്ട. ഒരു നിശ്ചിത സമയപരിധിക്കപ്പുറം ഈ അവസ്ഥ നിലനിൽക്കില്ല എന്നത് പ്രകൃതിയുടെ നിയമമാണ്. മടങ്ങിവരവ് സ്വാഭാവികമായി തന്നെ സംഭവിക്കും. മരണമെന്ന അന്തിമഘട്ടത്തിൽ മാത്രമാണ് ആ മടങ്ങിവരവ് ഇല്ലാതാകുന്നത്. അപ്പോൾ മാത്രമാണ് ഭൗതിക ശരീരബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണമോചനം സംഭവിക്കുന്നത്. പ്രിയ പുണ്യാത്മാക്കളെ, വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത ഭാഗത്തിൽ ശ്രീ എം സ്വന്തം ദേഹരഹിത യാത്രാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.